नित्यप्रायश्चित्तेषु नित्यं भागवत सेवया भागवते उत्तम श्लोके भक्तिर्भवति नैष्टगे मूकं करोति वाचालं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्य ईश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखानिधांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णाप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम तत्सत्। ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ 13-ാം അധ്യായം ക്ഷേത്രം പുരുഷൻ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അതാണ് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് വൈഷ്ണവര് പറയും, വേദാന്തികൾ പറയും ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ക്ഷേത്രവും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുമുള്ള പഠനം. ഭഗവാൻ അനലിറ്റിക്കലായിട്ട് സംശ്ലേഷണ രൂപത്തിൽ കൂടെ തന്റെ വിഭൂതികള്, ഐശ്വര്യം, മഹത്ത്, പരമത്വം എല്ലാം വിശദമായിട്ട് അർജുനന് 10-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു. അത് സ്ഥിരീകരിക്കുവാൻ വേണ്ടിയിട്ട് വിശ്ലേഷണ രൂപത്തിലൂടെ സിന്തറ്റിക്കലായിട്ട് അത് 11-ാം അധ്യായത്തിൽ വിശ്വരൂപത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അർജുന, സകലതിന്റെയും സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തി നിയാമകൻ എല്ലാം ഞാനാണ്, എന്നിൽ നിന്നാണ് സകലതും ഉണ്ടായത്. നീ കണ്ടില്ലേ, മനസ്സിലായില്ലേ? ഞാനാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, അഷ്ടവസുക്കള്, ദ്വാദശാദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര് തുടങ്ങി സകലതും ഞാൻ തന്നെ. എല്ലാത്തിലും ആ പരമാത്മ സ്വരൂപിയായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ അനന്യചിത്തനായിട്ട് എന്നെ ഭജിക്കൂ, നിനക്ക് പരമപദത്തിലെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ എപ്രകാരമാണ് ആരാധന ചെയ്യേണ്ടത്? അപരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ പൂജിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് 12-ാം അധ്യായത്തിൽ ഭക്തിയോഗം, ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ഭക്തയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്തനാവാൻ സാധിക്കുമെന്ന് പറഞ്ഞ് 36 കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്. ആരാണോ ഈ ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള ശാസ്ത്രോക്തമായിട്ടുള്ള സർഗാദിയിൽ തന്നെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഈ 36 കാര്യങ്ങൾ നല്ല പോലെ നിത്യേന ദിവസവും ആചരിച്ച് അനുഷ്ഠിക്കുന്നത് അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ആ അധ്യായം ഉപസംഹരിക്കുകയും ചെയ്തു. അതായത് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രഹസനമോ കാണിച്ചു കൂട്ടലോ അല്ല. നമസ്കരിച്ച് 10 മിനിറ്റ് കിടക്കുക, ആരെങ്കിലും വന്ന് എഴുന്നേൽപ്പിക്കുക, തുള്ളിച്ചാടുക, അല്ലെ, ആളുകളെ കാണുമ്പോൾ വളരെ ഉറക്കെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ വെളിച്ചപ്പാടിനെ പോലെ നാമം ജപിക്കുക, അല്ലെങ്കിൽ നട തുറക്കുന്ന സമയത്ത് കോലാഹലങ്ങൾ സൃഷ്ടിക്കുക, ഇതൊന്നല്ല ഭക്തി. ഭക്തി എന്താണ്?
ഇവിടെ ഭക്തിയോഗത്തില് ഭഗവാൻ ഈ 36 ഗുണങ്ങൾ ആരിലാണ് കാണുന്നത്? അവൻ ഭക്തൻ. അല്ലാതെ നെറ്റി നിറയെ ഭസ്മവും ചന്ദനവും വിഭൂതികളും ഗോപിചന്ദനവും നിറച്ച് ശരീരം മുഴുവൻ പല പല മാലകളെ കൊണ്ട് അലങ്കരിച്ച് കാഷായ വസ്ത്രമോ വെള്ളവസ്ത്രമോ നിറച്ച് കയ്യില് ജപമാലയും തൂക്കി നടക്കുന്നവനല്ല. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നവനല്ല. മറിച്ച് ആ ഏറ്റവും നല്ല സദ്ഗുണങ്ങള് ആരിലാണോ വളർത്തിയെടുക്കുന്നത്, ആരാണ് സ്വന്തം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയദാതാവായിട്ടുള്ള ഋഷീകങ്ങൾ കൊണ്ട് ഋഷീകേശന് ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നത്, അവനാണ് ഭക്തൻ. അവന്റെ പ്രവൃത്തികളാണ് ഭക്തി എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ നല്ല പോലെ ഉപന്യസിച്ച് അവിടെ നമുക്ക് വിശദമാക്കി തന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇനി നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ്, അർജുനന്റെ ചോദ്യത്തോട് അല്ലെങ്കിൽ അർജുനന്റെ ശങ്കയോട് കൂടിയിട്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. ചില അധ്യായത്തില് അർജുനൻ ചോദിക്കുന്നു, ഭഗവാൻ ഉത്തരം പറയുന്നു. ചില അധ്യായങ്ങളില് അർജുനൻ ചോദിക്കാതെ തന്നെ അർജുനന്റെ മനസ്സിൽ കാണുന്ന ശങ്കകളെ പരമാത്മസ്വരൂപിയായിട്ടുള്ള അന്തരാമിയായിട്ടുള്ള ഭഗവാൻ മനസ്സിലാക്കുകയും തന്റെ ശിഷ്യൻ ചോദിക്കാതെ തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കടമ അധ്യാപകന്, ആധ്യാത്മിക ഗുരുവിന് ഉള്ളത് കൊണ്ടും ഭഗവാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ അധ്യായത്തില് അർജുനന്റെ ചോദ്യത്തോട് കൂടിയിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ 13-ാം അധ്യായം ആരംഭിക്കുന്നത്. 13 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ദുശകുനമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക, അല്ല? 13 ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഖ്യ. ഏതോ പാശ്ചാത്യ ചിന്തകനോ ഏതോ വിവരദോഷിയോ മന്ദബുദ്ധിയോ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 13 ചീത്ത സംഖ്യയാണ്. പല പല ഹോട്ടലുകളിലും 13-ാം നമ്പർ ഹോട്ടൽ റൂം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാർക്കോ ഫുട്ബോൾ കളിക്കാർക്കോ 13-ാം നമ്പർ ജേഴ്സി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ അധ്യായത്തില് സകലതിനെ കുറിച്ചിട്ടും വിസ്തരിച്ചു പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ 13-ാം അധ്യായം. 13ന്റെ പേര് ദോഷം ഭഗവാൻ ഈ ഭഗവത്ഗീതയിലൂടെ നീക്കിത്തരുന്നു. എന്നാലോ ആരംഭിക്കുന്നത് തന്നെ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ്. അർജുനന്റെ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ശ്രീമദ് ഭഗവത്ഗീത വെറും സംസാരമല്ല, സംവാദമാണ്. ഗുരുശിഷ്യ സംവാദം, അല്ലെങ്കിൽ ഒരു ഭഗവാനും ഭക്തനും തമ്മിലുള്ള സംവാദം, അല്ലെങ്കിൽ രണ്ട് ഉത്തമ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംവാദം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പല പല ഭാവത്തിൽ പല പല രീതിയിൽ. ഇപ്രകാരം ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായിട്ടുള്ള ഈ ഭഗവത്ഗീത ഋഷിമാരുടെ തന്നെ കണ്ടെത്തലാണ്. അല്ലാണ്ട് ഭഗവാൻ ഒരു പുതിയ ഒരു മാർഗമോ പുതിയ കണ്ടെത്തലോ എന്നല്ല പറയുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടുണ്ട്, എന്റെ ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്, മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാര് കൂടിയിരിക്കുന്ന സത്സംഗത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ല. അതായത് ഞാൻ പറയുന്നതെല്ലാം എൻ്റെ മുന്നുള്ള പിതാമഹന്മാരും ശ്രേഷ്ഠരായിട്ടുള്ള കവികളും മഹർഷിമാരും മുനിമാരും ഗുരുജനങ്ങളുമെല്ലാം പറഞ്ഞതാണ് അർജുന. അതുകൊണ്ട് അതിന് അടിസ്ഥാനമുണ്ട്, അതിന് അധികാരമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഇതെന്റെ അഭിപ്രായമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്രീകൃഷ്ണാർജുന സംവാദ രൂപത്തിലുള്ള ഈ ഭഗവത്ഗീത മഹർഷിമാരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലാതെ വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇത് ആ എല്ലാ ഗ്രന്ഥങ്ങളുടെയും അമ്മയായിട്ട്, അതിന്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നു. അതിന്റെ സുഗന്ധം എത്ര തന്നെ മൂടി വെച്ചാലും അത് ലോകത്തിൽ പറക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാലോ ചില പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിത്യാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അല്ലയോ കേശവ, നിറയെ കേശങ്ങളുള്ളവനെ, കേശ അഭിരൂപസ്യ സ കേശവ. നിറയെ കാർക്കൂന്തല്, അല്ലെ, നിലത്തിഴയണ പോലെയുള്ള മുടിയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഇപ്പൊ ഇന്ന് കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ പണ്ട് കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുടി മെടയാനും അതിൽ എണ്ണ തേക്കാനും അത് പിന്നിക്കെട്ടാനൊക്കെ ആയിട്ട് മണിക്കൂറുകളോളം യശോദയ്ക്ക് വേണ്ടി വന്നു. നിറയെ മുടികളുള്ളവൻ കേശവൻ. ഇനി കറുത്ത കുതിരയുടെ രൂപത്തിൽ വന്ന കേശി എന്ന രാക്ഷസനെ ഉന്മൂലനം ചെയ്തവൻ, വധിച്ചവൻ. കേശി വധായാം ഇത് കേശവ, അല്ലെ? കേശി ദൈത്യാനാം രാക്ഷസാം നാംനാം ഇത് കേശവ. അങ്ങനെ രണ്ടർത്ഥത്തിലും വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അല്ലയോ കേശവ, കറുത്ത കുതിരയുടെ രൂപത്തില് സംശയം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്.
അതിനെ നീ ഇല്ലാതാക്കി തരണം. എന്തൊക്കെയാണ് എന്റെ സംശയങ്ങള്? പ്രകൃതി എന്താണ്? പുരുഷൻ എന്താണ്? ക്ഷേത്രം എന്താണ്? ക്ഷേത്രജ്ഞൻ എന്താണ്? ജ്ഞാനം എന്താണ്? ന്യായം എന്താണ്? 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇരട്ടകളാണ് ഇവരൊക്കെ. പ്രകൃതി, പുരുഷൻ രണ്ടും സംബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ അതും ബന്ധമുള്ളതാണ്. ജ്ഞാനം, ന്യായം. അപ്പൊ 3 ജോഡി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 6 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് 3 ജോഡിയായിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. പക്ഷെ വേദാന്തികൾ ഇത് അനുവദിക്കുന്നില്ല. അവരിതിനെ അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നു ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അർജുനൻ ചോദിക്കുന്നുള്ളൂ. ഭഗവാൻ പറയാത്ത കാര്യം എങ്ങനെയാണ് അർജുനന് മനസ്സിലാവുന്നത്? ഇത് പുതിയ വാക്കുകളാണല്ലോ. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ന്യായം, ഇതെല്ലാം പുതിയ വാക്കുകളാണല്ലോ. പുതിയ വാക്കുകൾ എങ്ങനെയാ അർജുനൻ അറിയാൻ പറ്റാ? അതുകൊണ്ട് വേദാന്തികളുടെ പുസ്തകത്തിലെ ഈ ചോദ്യം നിങ്ങൾ കാണില്ല, ഈ ശ്ലോകം കാണില്ല. അവർ പറയുന്ന ഈ ശ്ലോകം കൂടി ചേർക്കുകയാണെങ്കിൽ ഭഗവത്ഗീത 701 ആവും. അതുകൊണ്ട് ഞങ്ങൾ 700 അംഗീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പിൻകാലത്ത് ആരോ എഴുതി ചേർത്തതാണെന്ന് പറഞ്ഞിട്ട് വിവാദപരമായിട്ടൊരു പ്രസ്താവനകളൊക്കെയും ശ്രീ ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ചില പ്രസാധകരുടെ, പ്രത്യേകിച്ച് വേദാന്തികളുടെ പുസ്തകങ്ങൾ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കില്ലേ. കാരണം അവരുടെ നിഗമനം അനുസരിച്ച് അർജുനൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഭഗവാൻ നേരിട്ട് ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം മുതലാണ് 13-ാം അധ്യായം ആരംഭിക്കുന്നത്. പക്ഷെ 7ഉം 8ഉം അധ്യായങ്ങൾ നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കും സംശയം ഉണ്ടായിരുന്നു 10-15 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ ആ ഭക്തി വൈഭവ്, ഭക്തിശാസ്ത്രി, അല്ലെങ്കിൽ മറ്റുള്ള IDC കോഴ്സുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ബേസിക് കോഴ്സുകൾ, അഡ്വാൻസ് കോഴ്സുകളൊക്കെ ചെയ്തപ്പോ ഇവരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ വാക്കുകളെല്ലാം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേദാന്തികൾ എന്ത് വിചാരിച്ചു? ക്രമപ്രകാരമാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെയാണ്. 10 പറഞ്ഞത് 11, 11ത്തെ ചോദ്യം 13 അങ്ങനെയാണെന്ന് അല്ല. ഭഗവാൻ പരാപ്രകൃതിയെക്കുറിച്ചും അപരാപ്രകൃതിയെക്കുറിച്ചും പറഞ്ഞ സമയത്ത് ഈ പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതില്. പക്ഷെ സൂത്രരൂപേണയാണ്, ചെറിയ വാക്കുകളെ കൊണ്ടാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് ഭഗവാൻ വിചാരിച്ചു വേഗം തന്നെ ഇവന് ആ പാരമാർത്ഥിക തലത്തിലുള്ള വിദ്യ പറയാമെന്ന് വിചാരിച്ച് അവന് 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം, ആ അതീന്ദ്രിയ ജ്ഞാനത്തെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിന്റെ ആധികാരികത്വം വരുത്തുവാൻ വേണ്ടിയിട്ട് പറയുന്നത് ആരാണ്? അവൻ ശ്രേഷ്ഠനാണെന്നറിയണം, അവൻ സകലത്തിന്റെയും ജ്ഞാതാവാണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ആ വിഭൂതി യോഗത്തെയും വിശ്വരൂപത്തെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ അർജുനൻ സ്ഥിരീകരിച്ചു, സാധാരണ വ്യക്തിയല്ല പറയുന്നത്, പരമദിവ്യോത്തമ പുരുഷനാണ്, ഈശ്വരനാണ്, ഭഗവാനാണ് എന്ന് സ്ഥിരീകരണം വരണം. എന്നാലേ അംഗീകരിക്കുള്ളൂ. നമ്മുടെ ബുദ്ധി അപ്രകാരമാണ്, നമ്മുടെ ഈഗോ, നമ്മുടെ അമിത്യാഹങ്കാരം അപ്രകാരമാണ്. അതുകൊണ്ട് ഭഗവാൻ തന്റെ ആ സർവ ഈശ്വരീയം ആ 10-11 അധ്യായങ്ങളിൽ സ്ഥിരീകരിച്ചു. അതിനെ പ്രാപിക്കാനായിട്ട് 12-ാം അധ്യായവും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഭഗവാന് മനസ്സിലായി, ഓ ആ കാര്യം വിട്ടുപോയല്ലോ, എവിടെ വെച്ചിട്ടാണ് എന്റെ പരാപരാ പ്രകൃതികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്? അവിടെ നിന്ന് വീണ്ടും തുടരാമെന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ അർജുനനെ കൊണ്ട് ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷിയെ കൊണ്ട് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ തെറ്റുപറ്റിയതല്ല, അർജുനൻ ചോദിച്ചിട്ടുണ്ട്. ആ 7ഉം 8ഉം അധ്യായങ്ങളുടെ തുടർച്ചയാണ് 13-ാം അധ്യായം. 12-ാം അധ്യായത്തിന്റെ തുടർച്ചയല്ല. 12-ാം അധ്യായം ഭഗവാൻ ഉപസംഹരിച്ചു, ഭക്തന്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു. ഭഗവാന് സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, ഓ അർജുന, നീ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം. ബുദ്ധിമാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അതാതോ ബ്രഹ്മജിജ്ഞാസ, നീ ബ്രഹ്മജിജ്ഞാസക്കാരനാണ്, നീ ബ്രഹ്മവിദ്യ തീർച്ചയായിട്ടും സ്വീകരിക്കുവാൻ അർഹനാണ്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അർജുനൻ ചോദിച്ച 6 ചോദ്യങ്ങളുടെ ഉത്തരം ക്രമപ്രകാരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ശൈലി എല്ലാവരും നോക്കണം. നമ്മള് അരി എത്രയാന്ന് ചോദിച്ചാൽ പയറ് എടങ്ങാഴി എന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ പല ആൾക്കാരും ചോദിച്ചതിനല്ല ഉത്തരം പറയാം. അത് ആദ്യം മുതൽ തന്നെ വളഞ്ഞ് പൊളഞ്ഞ് അവസാനം ചോദ്യത്തിനേക്കാളും മുമ്പ് അവർ ഓടിണ്ടാവും. ഓടിയ വഴിയിൽ പുല്ല് പോലും മുളച്ചിരിക്കില്ല. അപ്പൊ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും സംശയം വരാൻ വെച്ചാൽ അവർ ചോദിച്ചോട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ കാട് കയറി പ്രസംഗിച്ച് അവരെ മുഷിപ്പിക്കുവാനല്ല നാം ശ്രമിക്കേണ്ടത്. പല ഭക്തന്മാരും പുസ്തക വിതരണ സമയത്തും അല്ലെങ്കിൽ സത്സംഗത്തിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നാറുണ്ട്.
അല്ല, എത്ര മാല ജപിച്ചു മാതാജി? വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ? നിങ്ങൾ ഏതൊക്കെ അമ്പലത്തിൽ പോണത്? എന്തിനാ അവരോട് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം? അല്ലെ, ചോദിക്കാൻ നിങ്ങൾക്ക് 6-7 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ രൂപം അവരുടെ മനസ്സിൽ കൊത്തിവെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും സുന്ദരിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും മധുരകരമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രയും കെയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആ സത്സംഗത്തിൽ കണ്ടിട്ടില്ല എന്ന് ആ വരുന്ന വ്യക്തികൾക്ക് മനസ്സിലാവണം. അവർ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ കൂട്ടുകൂടുവാനും അല്ലെ അടയും ചക്കരയും പോലെ ആയിരിക്കണം. എങ്ങനെയാണ് തേനീച്ചകളും ഷഡ്പദങ്ങളും തുമ്പികളും എല്ലാം ആ മധുരമുള്ള പുഷ്പത്തിൽ വന്നിരിക്കാനായിട്ട് ആഗ്രഹം കാട്ടുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ. എല്ലാവർക്കും സൗരഭ്യം പരത്തിക്കൊണ്ട്, എല്ലാവരിലും നിറഞ്ഞ് പ്രകാശം ചൊരുത്തിക്കൊണ്ട്, സുഗന്ധം ചൊരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇവിടെ ഭഗവാന്റെ ആ ശൈലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ പറഞ്ഞു തരാം ഉണ്ണി, കേട്ടോളൂ. കൗന്ദയ കുന്തിപുത്ര ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലയോ കുന്തിപുത്ര, ഭഗവാനെ എപ്പോഴും ഇഷ്ടം തോന്നുന്ന സമയത്ത്, ബഹുമാനം തോന്നുന്ന സമയത്ത്, ഉള്ളിൽ നിന്ന് ആ പ്രേമം, അനുരാഗമെല്ലാം വരുമ്പോഴാണ് കൗന്ദേയ, കുന്തിപുത്ര, തന്റെ അമ്മായിയോടുള്ള സ്നേഹം മുഴുവൻ ഇവിടെ അർജുനനോട് പ്രതിഫലിക്കുന്നത് കാണുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് കൗന്ദേയ, പാർത്ഥ എന്ന പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്യുന്നത്? ആ ശ്ലോകങ്ങളെല്ലാം നിങ്ങൾ മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. കാരണം വളരെയധികം ഉച്ചരിക്കുന്ന ഒരു പദമാണ് കൗന്ദേയ. പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലെല്ലാം തന്നെ കൗന്ദേയ പദം കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ച് വിചാരം ചെയ്യാം. കൗന്ദേയ, അല്ലയോ കുന്തിപുത്രനായ അർജുന, ഇതം ശരീരം, ഈ ശരീരത്തെയാണ് ക്ഷേത്രമിത്യഭിധീയതേ. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രം, അമ്പലം, അല്ലെ, ആരാധനാലയം, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന്റെ ചുറ്റുമുള്ള പ്രദേശം. അതാണ്. യാതൊന്നിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ ആദരിക്കാൻ, ആരാധിക്കാൻ ശ്രമിക്കുന്നത്, അതിനു ചുറ്റുമുള്ള ആ ഒരു കവചത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരമാണ്, നിന്റെ ശരീരമാണ് ക്ഷേത്രം എന്നറിഞ്ഞാലും അത് വലിയൊരു അമ്പലമാണ്, ക്ഷേത്രമാണ്. ശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നവദ്വാരേ പുരേ ദേഹി, 9 കവാടങ്ങളുണ്ട് അതിന്. കണ്ണ്, മൂക്ക്, അല്ല, ചെവികള്, വായ തുടങ്ങിയിട്ടുള്ള 9 ദ്വാരങ്ങളുണ്ട്, കവാടങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്, ക്ഷേത്രജ്ഞം ഇരിക്കുന്നത്. ഏതോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. അർജുന, ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തെ ആരാണ് അറിയുന്നത്, അറിഞ്ഞുകൊണ്ട് അതിൽ ആരാണ് വസിക്കുന്നത്, അവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ക്ഷേത്രത്തിന്റെ ഉടമയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഈ ഭൗതിക ശരീരം ക്ഷേത്രവും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് ക്ഷേത്രജ്ഞനുമാണ്. ക്ഷേത്രജ്ഞൻ ജീവാത്മാവ് മാത്രമേ അല്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം, അടുത്ത ഉത്തരം നോക്കാം. എന്താണ്? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യജ്ഞാനം മതം മമാം. അർജുന, സർവക്ഷേത്രങ്ങളിലും ആ ജീവാത്മാവായിട്ടിരിക്കുന്നത്, എന്റെ വിഭിന്നാംശമായിട്ട് ഒരാളിരിക്കുന്നുണ്ട്, അത് ക്ഷേത്രജ്ഞനാണ്. മാത്രമല്ല പരമാത്മസ്വരൂപിയായിട്ട്, പ്രതിനിധിയായിട്ട്, ഭഗവാന്റെ പ്രതിനിധിയായിട്ട്, പരമാത്മാവായിട്ട് സർവക്ഷേത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. എന്നെയും ക്ഷേത്രജ്ഞനാണെന്ന് നീ മനസ്സിലാക്കുക. അപ്പൊ 2 ക്ഷേത്രജ്ഞന്മാരുണ്ട്, ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. അല്ലെ, ആ ചെറിയ ചെറിയ പോരായ്മകളുള്ള ബദ്ധനായിട്ടുള്ള ജീവാത്മാക്കളും, അതുപോലെ തന്നെ ഭഗവാന്റെ ഭാഗിക പ്രതിനിധിയായിട്ടുള്ള സർവ്വ ഐശ്വര്യാദി സദ്ഗുണങ്ങളോട് കൂടിയിട്ടുള്ള നമ്മുടെ പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. ഭാരത, അല്ലയോ ഭരതവംശത്തിൽ ജനിച്ചവനെ, ഭാരതത്തിൽ ജനിച്ചവനെ, ഭാ ദീപ്തി ജ്ഞാനം ഇതി പ്രകാശം ഇതി രഥായാം. ആത്മജ്ഞാനത്തിൽ നൃത്തം ചെയ്യുന്നവനെ, ആത്മജ്ഞാനത്തിൽ ജനിച്ചവനെ. ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ബുദ്ധിമാന്മാരാണ്, ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ആത്മജ്ഞാനമുള്ളവരാണ്, ബ്രഹ്മവിദ്യ സാക്ഷാത്കരിച്ചവരാണ്. അവര് ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹതയുള്ളവനാണ്, നീയും അതിന് അർഹതയുള്ളവനാണ്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളോടാണ് പറയുന്നത്, അർജുനനോടല്ല. നമ്മൾ ഭാരതീയരാണ്. ആ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊന്നും കണ്ണിൽ നിന്നും കണ്ണുനീർ വന്ന് വികാരാധീനനായിട്ടൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുകയുള്ളൂ. ഭാരതത്തിലെ എല്ലാ ജനങ്ങളും അതിനുവേണ്ടി ജനിച്ചവരാണ്, ലോകത്തിന് പ്രകാശം പരത്തുവാനായിട്ട് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അർജുനനെ ഭാരത എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സർവക്ഷേത്രങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്നറിഞ്ഞാലും
ഇപ്രകാരം എന്താണ് ജ്ഞാനം? ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. ഇപ്രകാരം അഭൗതിക ശരീരമായിട്ടുള്ള ക്ഷേത്രത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാവിനെ കുറിച്ചും ക്ഷേത്രജ്ഞനായിട്ടുള്ള ജീവാത്മാവിനെ കുറിച്ചും എന്താണ് അറിയുന്നത്? അതിനെ ജ്ഞാനം എന്ന് പറയുന്നു. യജ്ഞാനം മതം മമ. ഇപ്രകാരം ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള ആ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ കമ്പ്യൂട്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ AI കുറിച്ചോ അല്ലെങ്കിൽ വേറെ വല്ല ഭൗതികമായിട്ടുള്ള പല പല ശാസ്ത്രങ്ങളെ കുറിച്ചോ വിഷയങ്ങളെ കുറിച്ചുമുള്ള ജ്ഞാനമല്ല യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അതീന്ദ്രിയ ജ്ഞാനം, ട്രാൻസെൻഡന്റൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുമുള്ള വിശകലന പഠനമാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം, ഇതാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ അതിന്റെ ആധികാരികത്വം ഇവിടെ ഒന്നും കൂടി ഓർപ്പിക്കുന്നു. അപ്പൊ ഭഗവത്ഗീതയെ 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പ്രഥമ ഷഡ്ഗം, ദ്വിതീയ ഷഡ്ഗം, തൃതീയ ഷഡ്ഗം എന്ന് പറഞ്ഞിട്ട് 6. അത് തത്വമസി എന്ന പദവുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആദ്യത്തെ 6 അധ്യായങ്ങള് ജീവാത്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിന്റെ ലക്ഷണങ്ങള്, ആത്മാവിന്റെ ഗുണങ്ങള്, ആത്മാവ് പ്രകാരമാണ് ഉണ്ടായത്, അതിനെ കുറിച്ച്. രണ്ടാമത്തെ 6 അധ്യായങ്ങള് അതിനെ കുറിച്ച്, ആദ്യത്തെ ത്വം, അങ്ങനെ അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പറഞ്ഞത് കൊണ്ടായില്ല. ഇനി രണ്ട് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇവ രണ്ട് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിനെ പ്രകാരം പ്രാപിക്കാമെന്നും ആ ബദ്ധാത്മാവായിട്ടുള്ള ജീവാത്മാവ് അപരമാത്മാവായിട്ടുള്ള ഭഗവാനെ പ്രകാരം പ്രാപിക്കാമെന്നുമാണ് ഈ അവസാനത്തെ 6 അധ്യായങ്ങളില് ഭഗവാൻ പറയുന്നത്. അതാണ് തത്വമസി എന്ന പദം കൊണ്ട് ഇവിടെ വേദാന്തികൾ ഈ ഭഗവത്ഗീതയെ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി 4 ഉത്തരം കഴിഞ്ഞു, ഇനി 2 ബാക്കിയുണ്ട്. അത് പറയാണ്, തക്ഷേത്രം യദികാര്യദശ്ചയത് സജയോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ആ ക്ഷേത്രം എപ്രകാരമാണ് ഉണ്ടായത്? അത് എങ്ങനെയുള്ളതാണ്? എന്തെല്ലാം വികാരങ്ങളാണ് ഉള്ളത്? എന്തിൽ നിന്നാണ് ക്ഷേത്രം ഉണ്ടായത്? ആരിൽ നിന്നാണ് ക്ഷേത്രജ്ഞൻ ഉണ്ടായത്? എന്തൊക്കെ പ്രഭാവങ്ങളാണ് ക്ഷേത്രജ്ഞനുള്ളത്? അതെല്ലാം ചുരുക്കമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ കേട്ടുകൊള്ളൂ. കാരണം നീ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്, നീ എൻ്റെ സുഹൃത്താണ്, നീ എൻ്റെ ഭക്തനാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ സുഹൃത്തായിരിക്കണം, ഭഗവാന്റെ ഭക്തനായിരിക്കണം. അതാണ് 2 ക്വാളിറ്റികൾ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാൻ പ്രിയമാണായ ഹിതകാമ്യ, നമ്മുടെ ഹിതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുള്ളൂ. നോക്കൂ, ചില കാര്യങ്ങൾ മാത്രമേ അർജുനൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഭഗവാൻ പറയുന്നു, അതല്ല, അതിനേക്കാളും കൂടുതൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നല്ലൊരു വിദ്യാർത്ഥിക്ക് ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അല്ലെ? ആ ഉത്സുകനായിട്ടുള്ള, ഉത്സാഹഭരിതനായിട്ടുള്ള, അത്യന്തം ആവേശഭരിതനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ടീച്ചറെ സഹായിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർക്ക് കുറച്ചൊരു അനുകമ്പ, സ്നേഹമൊക്കെ ഉണ്ടാക്കും, മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ. അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് നല്ല കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും എല്ലാം സൂത്രരൂപേണ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇവിടെ ഭഗവാൻ അർജുനന് പ്രിയം കൊണ്ടും ഹിതം കൊണ്ടും, അല്ല, സുഹൃത്ത് ബന്ധം കൊണ്ടും ബന്ധുമിത്രാദി ബന്ധം കൊണ്ടും ഇവിടെ ഭക്തന്റെ ബന്ധം കൊണ്ടും ശിഷ്യന്റെ ബന്ധം കൊണ്ടുമെല്ലാം എല്ലാം പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറായി. അർജുന, ഇത് ആദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്. സർഗാദിയില് അനേകം മഹർഷിമാരും മുനിമാരും സത്യം കണ്ടെത്തിയിട്ടുള്ള കവികളുമെല്ലാം പാടി നടന്നതാണ്. അവർ ഗ്രന്ഥരൂപേണ എഴുതിയതാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇത് പഠിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ, ഗുരുകുലത്തില് ദ്രോണാചാര്യരുടെ കയ്യിൽ നിന്നും കൃപാചാര്യരുടെ കയ്യിൽ നിന്നും. പക്ഷെ വ്യാമോഹം മൂലം, സമ്മോഹം മൂലം നീ മറന്നുപോയിരിക്കുന്നു. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താം എന്ന് പറഞ്ഞു ഭഗവാൻ പറയാണ്, ഋഷിബേർ ബഹുദാ ഗീതം ഛന്ദോബേർ വിവിധൈ പ്രദക് ബ്രഹ്മസൂത്ര പദശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. ഇപ്രകാരം സത്യം കണ്ടെത്തിയിട്ടുള്ള മഹർഷിമാരും മുനിമാരും ഋഷിമാരുമെല്ലാം പല പ്രകാരത്തില് വിവിധങ്ങളായിട്ടുള്ള ഛന്ദസ്സുകളാലും യുക്തിയുക്തങ്ങളാലും സുനിശ്ചിതങ്ങളുമായിട്ടുള്ള ബ്രഹ്മസൂത്രങ്ങളാലും ഇതിനെ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്രകാരം ആ വലിയ വലിയ മഹർഷിമാരും മുനിമാരുമെല്ലാം ഇതിനെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മഹാഭൂതാന്യഹങ്കാര ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച
പഞ്ചജേന്ദ്രിയ ഗോചരാഹ ഇച്ഛ്വാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേദനാധൃതിഃ ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതി. ഇപ്രകാരം അർജുനനില് നല്ല പോലെ ജിജ്ഞാസയെല്ലാം ഉത്സാഹമെല്ലാം വരുത്തിയ ശേഷം എന്താണ് ക്ഷേത്രം? ഈ കൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരം എപ്രകാരമാണ് ഉണ്ടായിരിക്കുന്നത്? 24 തത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വേദാന്തമാണ്, എന്നിരുന്നാലും നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ 3-4 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഏത് പോലീസുകാരനും മനസ്സിലാവും. അത്രയും ലളിതമായിട്ടുള്ള ഭാഷയിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളും ലളിതമായിട്ടുള്ള ഭാഷയിലാണ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദര് ഇതിന് ഭാവാർത്ഥം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഭഗവാൻ പറയാണ്, പഞ്ചമഹാഭൂതങ്ങൾ അല്ല, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം തുടങ്ങിയുള്ള പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട്, പിന്നെ മിഥ്യാഹങ്കാരം, കർത്തൃത്വാഭിമാനം, ഭോക്തൃത്വാഭിമാനം, ഞാനാണ് ചെയ്യുന്നത്, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, അല്ല എനിക്കാണ് ഇതിന്റെ ഗുണം കിട്ടേണ്ടത്, അങ്ങനെയുള്ള ഒരു മിഥ്യാഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്രകാരം പഞ്ചമഹാഭൂതങ്ങള് 5, മിഥ്യാഹങ്കാരം 6, ബുദ്ധി, നമ്മുടെ ഭഗവാൻ തന്നിട്ടുള്ള ബുദ്ധി, നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധി, മനസ്സ് സങ്കല്പ വികല്പങ്ങളിൽ കൂടെ നമ്മളെ ഓടിച്ച് അവസാനം ഒരു ബുദ്ധിയിൽ എത്തിച്ചേരും. ഭഗവാൻ തന്നിട്ടുള്ള ആ ഒരു ബുദ്ധി. അവ്യക്തം, കഴിഞ്ഞ ജന്മങ്ങളില് വന്നിരിക്കുന്ന വാസനകള്, ആഗ്രഹങ്ങള് അവ്യക്ത രൂപത്തില് ചിത്തരൂപേണ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. അവ്യക്തം എന്ന് പറയും അതിന്. ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വാസനകള്, അതുപോലെ തന്നെ ദശ ഇന്ദ്രിയാണി, നമ്മുടെ 10 ഇന്ദ്രിയങ്ങള്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, കൈകൾ, കാലുകൾ, വായ, വിസർജന ഇന്ദ്രിയം, ഉൽപാദനേന്ദ്രിയം, പായൂപസ്ഥ എന്ന് പറയും. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങള്, 5 10. പിന്നെന്താണ്? അന്ധകരണമാകുന്ന മനസ്സ്, ഏകഹ എന്ന് പറഞ്ഞു വെച്ചാൽ മനസ്സ് നമ്മളെ പലതിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ കൊണ്ടുപോകുന്ന മനസ്സ്. പഞ്ച ഇന്ദ്രിയ ഗോചരാഹ, ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങള്, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ, അല്ലെ? നമ്മുടെ കണ്ണ് എവിടേക്കാ പോകുന്നത്? ദൃഷ്ടിയിലേക്ക്, അല്ലെ? നമ്മുടെ മൂക്ക് എവിടേക്കാ പോകുന്നത്? നമ്മുടെ ചെവി എവിടേക്കാ പോകുന്നത്? ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ഭക്ഷണം, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം, അല്ലെ? അപ്പൊ പഞ്ചമഹാഭൂതങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, വാസന അഥവാ അവ്യക്തം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, അന്ധകരണമാകുന്ന മനസ്സ്, വിഷയങ്ങള്, ശബ്ദസ്പർശ, ഇങ്ങനെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 എണ്ണം കിട്ടും. ഇപ്രകാരം 24 തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ഷേത്രം, നിന്റെ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് അതില് നമ്മുടെ ശരീരത്തിന്, അല്ലെ, നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങൾ വരും. ഏതൊക്കെയാണ്? ഇച്ഛ്വാദേശസുഖം ദുഃഖം സംഘാതശ്ചേദനാധൃതി. ഇച്ഛയുണ്ടാവും, ദ്വേഷമുണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാവും, സംഘാതം, ചേതന, ധൃതി, ഇങ്ങനെ വികാരങ്ങളോട് കൂടിയിട്ട് ഞാൻ ഇനി വിശദമായിട്ട് പറഞ്ഞു തരാം. 24 തത്വങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആത്മാവും കൂടിയിട്ട് 25. പരീക്ഷയ്ക്കും വരുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. ഇനി എന്താണ് ജ്ഞാനം? അപ്പൊ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും പറഞ്ഞു. ഇനി എന്താ പറയേണ്ടത് ഭഗവാൻ? അടുത്ത സ്റ്റെപ്പ്, ജ്ഞാനം എന്താണ്, അജ്ഞാനം എന്താണ്? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഒരു ജ്ഞാനത്തിന് ഉണ്ടാകേണ്ട ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായ? ഈ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട ജ്ഞാന സാധനകളെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ജ്ഞാനിയാകണമെങ്കിൽ, ഒരു ഭക്തനാകണമെങ്കിൽ ഇതെല്ലാം അനുഷ്ഠിച്ചേ മതിയാവൂ. ഏതൊക്കെയാണ്? അമാനിത്തമദം ഭിത്തം അഹിംസാ ശാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്വൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗ പുത്രദ്വാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോഭപത്തിഷു മയേ ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണേ വിവിക്തദേശസേവിത്തം അരധിർജന സംസദേ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം
ഇപ്രകാരം ആ ജ്ഞാനസാക്ഷാത്കാരത്തിനായിട്ട്, ആത്മസാക്ഷാത്കാരത്തിനായിട്ട് സാധകനായിട്ടുള്ള ഒരു ഭക്തനെ യോഗ്യനാക്കുന്ന ജ്ഞാനസാധനകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മള് 10-ാം അധ്യായത്തില് ഭഗവാന്റെ 75 വിഭൂതികള്, ജ്ഞാനസാധനകൾ കണ്ടു അല്ലെ. ഏതൊക്കെ വസ്തുക്കളിൽ ഭഗവാനെ നമുക്ക് ദർശിക്കണമെന്ന് കണ്ടു. അതിനുശേഷം ഭക്തിയോഗത്തില് നമ്മള് 36 ഗുണങ്ങൾ കണ്ടു ഭഗവാന്റെ. ഇവിടെ 20 ആ ഭക്തിജ്ഞാന സാധനങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. അമാനിത്വം, വിനയമുണ്ടായിരിക്കണം. ഞാൻ കേമനാണെന്ന ഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അദംഭിത്വം, ദമ്പം, ഗർപ്പ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്നും നടിക്കാൻ പാടില്ല ഒരിക്കലും. അഹിംസ, ഒരു ജീവിക്കും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തകളെ കൊണ്ട് പോലും ഉപദ്രവിക്കാൻ പാടില്ല. ശാന്തി, ക്ഷമ, സഹനശക്തി ഉണ്ടായിരിക്കണം. ആർജവം, നേരെ വാ നേരെ പോവാ. വക്രത, ബുദ്ധിയില്ലായ്മ, മറ്റുള്ളവരോട് പൈസ അടിച്ചു മാറ്റാ, അവരെ എങ്ങനെയെങ്കിലും അപകടത്തിൽ ചാടിക്കുക, അങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആചാര്യ ഉപാസനം, ആചാര്യന്റെ സമീപത്ത് തന്നെ ആചാര്യന്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ശരീരത്തിലും എപ്പോഴും ഉണ്ടായിരിക്കുക. ശൗചം, ബാഹികമായിട്ടുള്ള ശുചിയും ആന്തരികമായിട്ടുള്ള ശുചിയും. സ്വൈര്യം, അടിയുറച്ച വിശ്വാസം, ദൃഢവിശ്വാസം, ഭഗവാൻ എന്നെ രക്ഷിക്കും, ആധ്യാത്മിക ഗുരു എന്നെ രക്ഷിക്കും, ആധ്യാത്മിക ഗ്രന്ഥങ്ങളും സത്സംഗങ്ങളും എന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. ഫലപ്രാപ്തി വരെ നമ്മൾ അതിൽ അടിയുറച്ചു നിൽക്കണം. ആത്മവിനിഗ്രഹ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കൽ. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, ശബ്ദസ്പർശ രൂപരസാദി ഭൗതിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പതുക്കെ പിൻവലിക്കല്. അനഹങ്കാരം, അഹങ്കാരമില്ലായ്മ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, ജനനം മരണം ഭയം വ്യാധികള് അസുഖങ്ങള് ദുഃഖങ്ങൾ ഇതൊക്കെ വന്നും പോകുന്നതാണ്, ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ചിന്ത. അസക്തി, ആസക്തിയില്ലായ്മ, ഒന്നിലും താല്പര്യമില്ല, ഒട്ടലില്ല, കിട്ടിയാ കിട്ടി കഴിക്കാം, അത്രയേ ഉള്ളൂ, ഇന്നത് വേണമെന്നുള്ള യാതൊരു നിർബന്ധം പാടില്ല. പുത്രധാര ഗൃഹാദിഷു അനഭിഷംഗ, പുത്രൻ പുത്രി ഭാര്യ മക്കള് ബന്ധുമിത്രാദികള് വീട് ഓഫീസ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ അമിതമായിട്ടുള്ള അഭിനിവേശമില്ലാതിരിക്കുക അല്ലെ. ഇന്നലേക്ക് നാളെ ഇതൊക്കെ വിട്ടു പോകേണ്ടതാണെന്നൊരു ചിന്ത എപ്പോഴും വരുത്തുക. ഇഷ്ടാനിഷ്ടോപപത്യുഷു, ഇഷ്ടമായോ അനിഷ്ടമായിട്ടോ എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ട് കണക്കാക്കുക. മയി അനന്യയോഗ്യേന, ഇത് നമ്മൾ പഠിച്ചു. അനന്യാശ്ചിന്തയന്തോ മാം, അന്യവസ്തുക്കളിൽ പോകാതെ, അന്യചിന്തകളിലേക്ക് പോകാതെ, അന്യദേവതകളിലേക്ക് പോകാതെ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി കണ്ട് ആ അവ്യഭിചാരിണി ഭക്തി, വ്യഭിചരിക്കാത്ത, മറ്റുള്ളവരെ കാണിക്കാനല്ലാതെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂട്ടിയിട്ട് ചെയ്യുക. അനന്യയോഗേന, അനന്യയോഗത്തില് മറ്റൊരു ലക്ഷ്യമില്ല, പരമപദപ്രാപ്തി തന്നെ, ഭഗവാന്റെ അടുത്തെത്തണം, വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ ഗോലോക വൃന്ദാവന പ്രാപ്തി. വിവിക്ത ദേശ സേവിത്വം, വിവിധ ദേശങ്ങളിലേക്ക് ഓടിച്ചാടി നടക്കാതെ, പല പല വീടുകളിൽ ചെന്ന് ഉറങ്ങാതെ ഏകാന്ത ദേശവാസം അല്ലെ. അതിൽ നിന്നെല്ലാം അതിനു വേണ്ടിയിട്ട് കാട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ പൂജാമുറി തന്നെ കാട് അല്ലെ. മറ്റുള്ള ചിന്തകളിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുക, ജപിക്കുക, കീർത്തനം ചെയ്യുക. ജനസംസതി അരതി, ജനക്കൂട്ടത്തിൽ ഇരിക്കുവാനായിട്ട് താല്പര്യമില്ലായ്മ, പരദൂഷണങ്ങളും കുശുമ്പും കുനിഷ്ടും അതിൽ നിന്നെല്ലാം പതുക്കെ പതുക്കെ മാറുക. ആധ്യാത്മജ്ഞാന നിത്യത്വം, ആധ്യാത്മിക ജ്ഞാനം പഠിക്കുവാനുള്ള പരിശ്രമം. തത്വജ്ഞാനാർത്ഥ ദർശനം, നേരത്തെ പറഞ്ഞുള്ള ആധ്യാത്മിക ജ്ഞാനത്തിൽ നിന്നുള്ള തത്വജ്ഞാനം ഉൾക്കൊണ്ട് അതിലുറച്ചു നിൽക്കുക. ഏതജ്ഞാനം ഇതി പ്രോക്ത, അർജുന ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാന സാധനകള് ഇത് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണുള്ളത് ജ്ഞാനമാണെന്ന് നീ മനസ്സിലാക്കൂ. ഇനി എന്താ പറയേണ്ടത്? ജ്ഞേയം ജ്ഞാത്വം അല്ലെ. ഇനി അവസാനത്തെ 2 ചോദ്യങ്ങൾ, അവസാനത്തെ ഒരു ജോഡി ചോദ്യങ്ങളായിരുന്നു ആ ജ്ഞേയ വസ്തു എന്താണെന്ന്, അതിനെ കുറിച്ചിട്ട് പറയുന്നു. എന്തിനെ കുറിച്ചിട്ടാണ് നീ എത്തിച്ചേരേണ്ടത്? ഈ ജ്ഞാനത്തിൽ കൂടെ ഏതു വസ്തുവിനെയാണ് പ്രാപിക്കേണ്ടത്, അതെന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്ന് പറയാം. ജ്ഞേയം യത്തക് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്ന സദുച്യതേ. അർജുന, ജ്ഞാന സാധനകളിൽ കൂടെ ഏതാണ് അറിയപ്പെടേണ്ടത്? അത് ആ പരബ്രഹ്മം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. അത് സത്വമല്ല, അസത്വമല്ല, അത് ക്ഷരപുരുഷനുമല്ല, അക്ഷരപുരുഷനുമല്ല, അത് അതിനേക്കാളും അതീതനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനാണ്. നാശമില്ല, യാതൊരു തരത്തിലും പരിണാമം ഉണ്ടാവുന്നില്ല, വികാരങ്ങൾ ഉണ്ടാവുന്നില്ല.
അദ്ദേഹം അതീന്ദ്രിയനാണ്. ജ്ഞാനസാധനകളിൽ കൂടെ നീ എത്തിച്ചേരേണ്ടത് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്കും അവിടെ നിന്ന് ആ വൈകുണ്ഠമാകുന്ന ആധ്യാത്മിക ലോകത്തിലേക്കുമാണ്. അങ്ങനെയുള്ള പുരുഷന്റെ ലക്ഷണങ്ങള് അർജുനൻ ചോദിച്ചാൽ എങ്ങനെ കണ്ടറിയാ? എനിക്ക് അദ്ദേഹത്തെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അറിയണ്ടേ? ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ രൂപം ഞാൻ പറഞ്ഞു തരാം. നേരത്തെ കണ്ടതാണ്, പക്ഷെ ഇപ്പോഴും വ്യാമോഹം മാറിയിട്ടില്ല, ഇപ്പോഴും അജ്ഞാനം മാറിയിട്ടില്ല അദ്ദേഹത്തിന്റെ. എപ്പോഴാ മാറുന്നത്? 18-ാം അധ്യായത്തിന്റെ അവസാനം. അപ്പൊ ഭഗവത്ഗീത ഒരു അധ്യായം കഴിഞ്ഞു, 2 അധ്യായം കഴിഞ്ഞു, ആളുകൾ പറഞ്ഞു എന്റെ തലയിലൊക്കെ പ്രകാശം വന്നു തുടങ്ങിയ ഭഗവത്ഗീത വായിച്ചു തുടങ്ങി പ്രഭു, എനിക്ക് നല്ല ജ്ഞാനമെല്ലാം ഉദിച്ചു തുടങ്ങി. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാത്മയാച്യുത. എപ്പോഴാണ് വ്യാമോഹം നശിച്ചിരിക്കുന്നത്, അജ്ഞാനം നശിച്ചിരിക്കുന്നത് എന്ന് അർജുനൻ പറയുന്നത് 18-ാം അധ്യായത്തിന്റെ അവസാനം. അതുകൊണ്ട് ഏതൊരു ഭഗവത്ഗീത വിദ്യാർത്ഥിയുടെയും അജ്ഞാനം നശിക്കുന്നതും വ്യാമോഹം നശിക്കുന്നതുമെല്ലാം എപ്പോഴായിരിക്കണം? 18-ാം അധ്യായം അവസാനിക്കുന്ന സമയത്ത്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഭഗവത്ഗീത വായിച്ചാൽ മാത്രമേ നമ്മുടെ അജ്ഞാനം നശിക്കുകയുള്ളൂ. അല്ലാതെ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ വായിച്ചത് കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് നമ്മുടെ ജ്ഞാനം നമുക്ക് സ്ഥിരീകരിക്കുകയില്ല. അതുകൊണ്ട് അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാ ആ പരമദിവ്യോത്തമ പുരുഷനെ എങ്ങനെയാ മനസ്സിലാക്കുക? ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ. സർവദ പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതേ. അദ്ദേഹത്തിന് അനേകം കൈകാലുകളുണ്ട്, അനേകം മുഖങ്ങളുണ്ട്, ശിരസുകളുണ്ട്, ചെവികളുണ്ട്, കണ്ണുകളുണ്ട്. ലോകത്തിൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. വിരാട് പുരുഷനാണ് അദ്ദേഹം. നേരത്തെ കാണിച്ചു കൊടുത്തതും നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കാരണം ഒരു ശിഷ്യനെ ഉത്തമ നിലയിലേക്ക് എത്തിക്കേണ്ടത് ഒരു ആചാര്യന്റെ കടമയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നതല്ല വിഡ്ഢി, നിനക്ക് ഇതാരെയും മനസ്സിലായിട്ടില്ല, എത്ര തവണ പറഞ്ഞു മാതാജി? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. വീണ്ടും വീണ്ടും അവർക്ക് മനസ്സിലാവുന്നവരെ ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് ഭഗവാന്റെ ശൈലി, അതാണ് നമ്മുടെയും ശൈലി ആയിരിക്കേണ്ടത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ. ആ പരമദിവ്യോത്തമ പുരുഷൻ ക്ഷേത്രജ്ഞനായിട്ട് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തിൽ കൂടെയാണ് നാം കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ശ്വസിക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതുമെല്ലാം. ഒന്നിനോടും ചേരാത്തതും വിട്ടുനിൽക്കാണ് സാക്ഷിയായിട്ട്. എന്നാലോ അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. വൈദ്യുതി പോലെ തന്നെ ഇവിടെ ഗുണങ്ങളൊന്നുമില്ലാത്തതും ഗുണങ്ങളെയെല്ലാം അനുഭവിക്കുന്നതും അദ്ദേഹം തന്നെ. അദ്ദേഹം നിരാകാരനാണ്, അവ്യക്തനാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും, ഭഗവാന് ഗുണമില്ല, ഭഗവാന് രൂപമില്ല, ഭഗവാന് ആകാരമില്ല എന്നൊക്കെ പറയുന്നത്. അല്ല, ഇത് ഇവിടെ വേദാന്തമാണ് പറയുന്നത്, തത്വജ്ഞാനമാണ് പറയുന്നത്. ജലം പോലെ. ഇപ്പൊ ജലത്തിന് നിർഗുണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ജലത്തിന് ഗുണല്ലേ? പിന്നെ എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ് ജലം. അതുകൊണ്ടാണ് അതിനെ നിർഗുണം എന്ന് പറയുന്നത്. അതിലെന്ത് വേണമെങ്കിലും ലയിക്കും, എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും, പരമശുദ്ധീകരണമായിട്ടൊരു വസ്തുവാണ്. അതുപോലെ ഭഗവാനെ ഒരു വിഭാഗത്തിലും പെടുത്താൻ പറ്റില്ല, എല്ലാത്തിനും ഉപരിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അവ്യക്തൻ, നിരാകാരൻ, നിർഭ്രമം, നിർഗുണ പരബ്രഹ്മം അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മുടെ പോലെയുള്ള ഭൗതിക ശരീരം കൊണ്ട് സൃഷ്ടിച്ചവനല്ല, അതീന്ദ്രിയനാണ്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ സൂക്ഷ്മത്വാത് തദ്വിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഭഗവാൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുരു പറയും തദ്ദൂരേ, വളരെ ദൂരെയാണ്. വായുരഥോപി മനസാമുനി പുങ്കവാനാം. വായു വേഗത്തിൽ ചലിക്കുന്ന രഥത്തിലിരുന്നു കൊണ്ട്, വിമാനത്തിലിരുന്നു കൊണ്ട് അനേക വർഷങ്ങൾ സഞ്ചരിച്ചാൽ അവിടെ എത്താൻ സാധിക്കുമെന്ന് ഇവിടെ നമ്മളെ ബ്രഹ്മസംഹിതയിൽ കണ്ടു. പക്ഷെ ഉടനെ തന്നെ പറയുന്നു, അത്ര ദൂരെയാണോ, അപ്പൊ കാണാൻ പറ്റില്ലേ ഗുരു? തന്തികെ, നിന്റെ ഉള്ളിലിരിക്കുന്ന ഉണ്ണി പരമാത്മസ്വരൂപിയായിട്ട്. അത് തന്നെ ഇവിടെ പറയാണ്, സൂക്ഷ്മത്വ തദ്വിജ്ഞേയം ദൂരസ്ഥം, വളരെ ദൂരെയാണ്. എന്നാലോ ചാന്തികേച്ച തത്, നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ജീവാത്മാവിന്റെ ഒപ്പം തന്നെ അസായാമീസി ഇരട്ടക്കുട്ടികളെ പോലെ തന്നെ ചേർന്ന് ആ തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം പഴക്കമുള്ള വലിപ്പമുള്ള ആ സൂക്ഷ്മാണുവിന്റെ കൂടെ ആ പരബ്രഹ്മവും ഭഗവാന്റെ ആ പൂർണ്ണരൂപമായിട്ടുള്ള ഭാഗിക പ്രതിനിധിയായിട്ടുള്ള സർവ്വഗുണങ്ങളോടും കൂടിയിട്ട് തള്ളവിരലിന്റെ വലിപ്പമുള്ള ആ പരമാത്മാവും കൂടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എവിടെയാണ്, ഭഗവാൻ എവിടെയാണ്, ഈശ്വരൻ എവിടെയാണെന്ന് വിചാരിച്ചിട്ടൊന്നും അലയേണ്ട ആവശ്യമില്ല. എവിടെ ഇരിക്കുന്നത്? നിന്റെ ഉള്ളിൽ തന്നെ. ഇനി കാണാൻ സാധിക്കാത്തവര് ക്ഷേത്രത്തിൽ പോയിട്ട് കണ്ടോളൂ, വിരോധമില്ല.
അല്ല, നമ്മുടെ കണ്ണിലെ കരട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, വേറൊരാളുടെ സഹായം വേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ നിങ്ങൾക്ക് സംശീകരിക്കാൻ കഴിയില്ലെങ്കിൽ, ജീവാത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ. അങ്ങനെ ഭഗവാൻ, ആ ഭഗവാന്റെ തന്നെ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞന്റെ ലക്ഷണങ്ങൾ, സ്വരൂപങ്ങൾ പറയുകയാണ്. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർത്തച്ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭ വിഷ്ണു ച. അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു ചില ആളുകള്, പരബ്രഹ്മം എന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നു, ഭഗവാൻ എന്ന് പറയുന്നു. അത് അവിഭക്തമാണെങ്കിലും വിഭക്തം പോലെ ഇരിക്കുന്നതാണ്. ഭൂതങ്ങളെ ഭരിക്കുന്നതും ഗ്രസിക്കുന്നതും ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ തന്നെ. ജ്യോതിഷാമഭി തജ്ജ്യോതി തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദയ സർവസ്യ വഷ്ടിതം. എല്ലാത്തിനും പ്രകാശം നൽകുന്ന ജ്യോതിസുകളുടെ ജ്യോതിസാണിത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശം കൊടുക്കുന്നത് ഇവനാണ്, ഈ ക്ഷേത്രജ്ഞനാണ്, ഈ ഭഗവാനാണ്. തമസിന് അപ്പുറമാണ്, ഇവൻ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു എത്രയോ 100 പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമാണ് ആ ആധ്യാത്മിക ലോകം. 100 പ്രകാശവർഷങ്ങൾ വരെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ഒരു വിമാനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 8000 9000 വർഷങ്ങള് നിങ്ങൾ സഞ്ചരിച്ചിട്ട് അതിന്റെ അപ്പുറമാണെന്ന് ഈ ആധ്യാത്മിക ലോകം. അപ്പൊ തമസിനും അപ്പുറമാണ്, ഇരുട്ടിനും അപ്പുറമാണ്. ജ്ഞാനവും ന്യായവും ജ്ഞാനഗമ്യവും അത് തന്നെ. നീ അറിയേണ്ടതും അറിയപ്പെടേണ്ടതും പ്രാപിക്കേണ്ടതും അത് തന്നെ. ഇനിയും പറയാൻ പോകുന്നുണ്ട് ഭഗവാൻ. അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് ഉപരിയായിട്ടുള്ള ഉപരി ലോകങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദഃ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. അങ്ങനെ ഞാൻ ക്ഷേത്രത്തെ കുറിച്ച്, ക്ഷേത്രജ്ഞനെ കുറിച്ചിട്ട്, പ്രകൃതിയെ കുറിച്ച്, പുരുഷനെ കുറിച്ച്, ജ്ഞാനത്തെ കുറിച്ച്, ന്യായത്തെ കുറിച്ചെല്ലാം സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആ ക്ഷേത്രജ്ഞനെ പ്രാപിക്കണമെങ്കിൽ ഭക്തി കൂടിയേ തീരൂ അർജുന. നോക്കൂ, അഭക്തി യോഗം മുതൽ അതുവരയ്ക്കും ജ്ഞാനയോഗം പഠിപ്പിച്ചു, ധ്യാനയോഗം, ഹഠയോഗം, കർമ്മയോഗം എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അവസാനത്തെ 6 അധ്യായങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്? ഭക്തിയോഗം. കാരണം എന്താണ്? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ, ക്ഷേത്രജ്ഞനെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഭഗവാൻ പറയാ, അല്ലയോ അർജുന, എന്റെ ഭക്തന് മാത്രമേ ഭക്തി കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടുവാൻ സാധിക്കുകയുള്ളൂ. അവൻ മാത്രമേ എൻ്റെ അടുത്ത് വരാൻ യോഗ്യനായി തീരുന്നുള്ളൂ. അതുകൊണ്ട് നീ ഒരു ഭക്തനാവൂ. ഭക്തന്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ അത് നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിക്കൂ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവഭി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയെയും ഈ ഭൗതിക പ്രകൃതിയെയും അതിന്റെ സൃഷ്ടാവായിട്ടുള്ള പുരുഷനെയും രണ്ടിനെയും തന്നെ അനാദികളാണെന്നറിഞ്ഞാലും, അല്ലെ, ഒന്ന് അന്തരംഗ ശക്തി, ഒന്ന് ബഹിരംഗ ശക്തി, രണ്ടും ഒന്ന് തന്നെ. വികാരങ്ങളും ഗുണങ്ങളും എല്ലാം ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത്. പ്രകൃതി ജഡമാണ്, അത് അചേതനമാണ്. പുരുഷനാകട്ടെ സചേതനമാണ്, ഉണ്മയാണ്. ആ പുരുഷൻ പ്രകൃതിയിൽ വരുമ്പോഴാണ് സൃഷ്ടികളെല്ലാം നടക്കുന്നത്. വൈദ്യുതി പോലെ തന്നെ ബൾബ് ജഡവസ്തുവാണ്, TV ജഡവസ്തുവാണ്, ഫ്രിഡ്ജ് ജഡവസ്തുവാണ്, മിക്സി, ഗ്രൈൻഡർ, മോട്ടർ എല്ലാം തന്നെ വൈദ്യുതി പ്രവേശിക്കുമ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതുപോലെ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനും അദ്ദേഹത്തിന്റെ വിഭിന്നാംശമായിട്ടുള്ള ക്ഷേത്രജ്ഞന്മാരും ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ പ്രഭാവം പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? ഭൗതിക പ്രകൃതി. ഭഗവാന് വലിയ റോളൊന്നുമില്ല. ഭഗവാന് അതിനെ നോക്കുന്നു ദർശനമാത്രയിൽ തന്നെ. അതിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അരിയിൽ നിന്ന് മൂട്ടകളും അതുപോലെ തന്നെ തേൾ കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വരുന്നത് പോലെ. അരിയിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ ഉണ്ടാവണത്? അത് പണ്ടേ തന്നെ അതിൽ മുട്ടകളെല്ലാം ഇട്ട് വെച്ചിരുന്നു. അപ്പൊ അത്ഭുതം തോന്നും. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയാം അതിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം, കൃമികളും ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളും എല്ലാം വരുന്നത് അത് മുന്നുണ്ടായിരുന്നത് കൊണ്ട്. ഇതുപോലെ സുഖദുഃഖങ്ങളുടെ കാരണത്തിൽ പുരുഷനാണ് ഹേതു. പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഖ്യോസ്യ സദത്സദ്യോനി ജന്മസു. ഇപ്രകാരം പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഈ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട്
ഭൗതിക പ്രകൃതിയെ അടിമയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ജീവസത്തകള് സ്ത്രീകളാകുന്ന ആ പ്രകൃതിയില് ബീജങ്ങളെയെല്ലാം നിക്ഷേപിക്കുന്നു. ഇപ്രകാരമാണ് ഉത്കൃഷ്ട യോനികളിലും നികൃഷ്ട യോനികളിലും ജന്മമെടുക്കാനായിട്ട് ഒരു ബദ്ധ ജീവാത്മാവ് കാരണമായി തീരുന്നത്. ഉപദ്രഷ്ടാനുമന്ധാച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാഭ്യുക്ത ദേഹേസ്മിൻ പുരുഷ പരഃ. നമ്മുടെ എല്ലാം ശരീരത്തില് പുരുഷനായിട്ട് നമ്മുടെ ജീവാത്മാവും പരമപുരുഷനായിട്ട് അപരമാത്മാവും സ്ഥിതി ചെയ്യുന്നു. രണ്ടുപേരും ക്ഷേത്രജ്ഞന്മാരാണ്. രണ്ടുപേരും ഭഗവാന്റെ, ഒരാള് വിഭിന്നാംശവും ഒരാള് ഭാഗിക പ്രതിനിധിയും പൂർണ്ണാംശവുമാണ്. ഇത് മനസ്സിലാക്കൂ. ഇവരെയെല്ലാം ഭരിക്കുന്നവനെന്നും അനുമതി നൽകുന്നവനെന്നും ഭോക്തൃത്വനെന്നും പരമാത്മാവുമെന്നുമെല്ലാം ആളുകൾ പല വിധത്തിൽ പറയാറുണ്ട്. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവദാ വർത്തമാനോപി നസാ ഭൂയോഭിജായതേ. ഇപ്രകാരം ആ പുരുഷനെയും ആ പരമദിവ്യോത്തമ പുരുഷനെയും ഭൗതിക പ്രകൃതിയെയും ആധ്യാത്മിക പ്രകൃതിയെയും ആരാണ് അറിയുന്നത്? അവൻ നല്ല പോലെ മനസ്സിലാക്കിയിരിക്കുന്നു. അവനിനി ജന്മമെടുക്കേണ്ടി വരില്ല. കാരണം എന്താണ്? അവന് ജ്ഞാനം സിദ്ധിച്ചിരിക്കുന്നു. അവൻ ആ പരമപദപ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു. ധ്യാനേനാത്മനെ പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ജാബരേ. പല വിധത്തിൽ ഇത് ദർശിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രകൃതിയെയും ഈ പുരുഷനെയും പരമദിവ്യോത്തമ പുരുഷനെയും ഭഗവാനെയും എല്ലാം പല രീതിയിൽ മനസ്സിലാക്കാം. ചിലര് സാഖ്യായോഗം കൊണ്ട്, ആത്മാവിനെയും ശരീരത്തിനെയും എല്ലാം അപഗ്രഥനാത്മകമായിട്ടുള്ള പഠനം കൊണ്ട്, വിച്ഛേദിച്ചിട്ടുള്ള പഠനം കൊണ്ട് മനസ്സിലാക്കുന്നു. ചിലര് ധ്യാനം കൊണ്ട് മനസ്സിലാക്കുന്നു, ചിലര് ഭക്തിയോഗം കൊണ്ട് മനസ്സിലാക്കുന്നു, ചിലര് ജ്ഞാനയോഗം കൊണ്ട് മനസ്സിലാക്കുന്നു. ഇപ്പൊ ആത്മാവിനെയും പരമാത്മാവിനെയും അറിയുന്നു, ക്ഷേത്രജ്ഞന്മാരെ അറിയുന്നു. അന്യേ ത്വാവമജാനന്ദ ശ്രുത്യേനാഭ്യ ഉഭാസതേ തേബി ചാതിതരന്ധ്യേവ മൃത്യും ശ്രുതി പരായണാഹ. ചിലരാകട്ടെ പുസ്തകങ്ങളിൽ നിന്ന് അറിയുന്നു, ചിലരാകട്ടെ സത്സംഗങ്ങളിൽ നിന്ന് അറിയുന്നു, ചിലരാകട്ടെ വെറുതെ അന്യരിൽ നിന്ന് ചെവി കൊണ്ട് മാത്രം കേട്ടിട്ട് അറിയുന്നു. ഇവരും പരമപദത്തെ പ്രാപിക്കുന്നു. നോക്കൂ, സത്സംഗത്തിന്റെ മഹാത്മ്യം നോക്കൂ. ഒന്നും ചെയ്യണ്ടെന്ന് നിങ്ങൾ പൈസയും കൊടുക്കണ്ട, നിങ്ങൾ പഠിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. സത്സംഗത്തിൽ പോയിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുകയാണെങ്കിൽ പോലും ഇവര് മൃത്യു സംസാര സാഗരത്തെ കടന്ന് വൈകുണ്ഠ ലോകത്തിലെത്തുന്നു. കാരണം അവര് തൽപരരാണ്. അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ തന്നെ അവരെ ഞാൻ മോക്ഷത്തിന് ഹേതുവാക്കി മാറ്റുന്നു. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗ തദ്വിദ്ധി ഭരദർഷഭാം. അല്ലയോ അർജുന, നീ കാണുന്ന ഈ അനങ്ങുന്നതോ അനങ്ങാത്തതോ സ്ഥാവര ജംഗമ വസ്തുക്കളോ ഏതെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാതും എന്തൊക്കെയാണ്, യാതൊന്നാണ് നീ കാണുന്നത്. ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും അവരുടെ സംയോഗങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഇത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സത്യത്തില് പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്നതും ക്ഷേത്രനെന്നും ക്ഷേത്രജ്ഞനെന്നും പറയുന്നതും രണ്ട് തന്നെയാണ്. വേറെ വേറെ വാക്കുകളിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് ഇവിടെ ഭഗവാൻ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനായിട്ട് അവസാനം രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാതും പ്രകൃതിയുടെയും പുരുഷന്റെയും സംയോഗത്തിൽ നിന്നും ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും സംയോഗത്തിൽ നിന്ന്, അല്ലെ, നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അതുപോലെ ആ ഭൗതിക പ്രകൃതിയുടെയും അല്ലെങ്കിൽ അതിന്റെ നിയന്താവായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ സംയോഗത്തിൽ നിന്നാണ് ഈ കാണുന്ന ആധ്യാത്മിക ലോകങ്ങളും ഭൗതിക ലോകങ്ങളും ഉണ്ടായിരിക്കുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്യ വിനശ്യന്ത്യം യാ പശ്യതി സ പശ്യതി. ഇപ്രകാരം യാതൊരു വ്യക്തിയാണ് സർവചരാചരങ്ങളിലും, മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷിമൃഗാദികളിലും ഉരകങ്ങളിലും പന്നകങ്ങളിലും ഷഡ്പദങ്ങളിലും കൃമികളിലും പ്രാണികളിലും എന്നു വേണ്ട ആ ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാം തന്നെ ഭഗവാനെ കാണുന്നത്, ഭഗവാന്റെ പ്രഭാവത്തെ കാണുന്നത്. ഇത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്തിൽ നിന്നാണ്, പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അവനും പരമപദത്തെ പോകുന്നു. അവനും ജന്മമൃത്യു ജരാവ്യാധികളെല്ലാം ഒഴിഞ്ഞ് മോക്ഷത്തിന് അർഹത നേടുന്നു. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം
നഹിനസ്ത്യന്നാത്മാനം തതോ യാതി പരാംഗതിം. കാരണം സർവചരാചരങ്ങളിലും വിളങ്ങുന്നത് ആരാണ്? സത്തായിട്ട് ഉണ്മയായിട്ട് നിൽക്കുന്നത് ആ ഭഗവാന്റെ വിഭിന്നാംശവും ഭഗവാന്റെ പൂർണ്ണാംശവും തന്നെ. അതുകൊണ്ട് ഈ പരിശുദ്ധ ഭക്തന് ആരോടും യാതൊരാളോടും ഒരിക്കലും യാതൊരു വിരോധവും തോന്നാറില്ല. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി തദാത്മാനം അകർത്ത. ഇപ്രകാരം സർവകർമ്മങ്ങളും ചെയ്യുന്നത് ആരാണ്? പ്രകൃതിയാണ്, ഭൗതിക പ്രകൃതിയാണ് നിങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, ഭഗവാനല്ല. ഒരിക്കലും ഭഗവാനെ കുറ്റം പറയാറില്ല. ആ ഭഗവാൻ ദർശിക്കുന്നു അല്ലെങ്കിൽ പ്രേരണ ചെലുത്തുന്നു. വൈദ്യുതി ഒന്നും ചെയ്യുന്നില്ല, വൈദ്യുതി വസ്തുക്കളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചൂടാക്കുന്നതും തണുപ്പിക്കുന്നതും പാട്ട് കേൾപ്പിക്കുന്നതും ആ തിരിക്കുന്നതും കറക്കുന്നതും എല്ലാം ആരാണ്? ആ ഉപകരണം. വൈദ്യുതി പ്രവേശിക്കുന്നു. അതുപോലെ ഭഗവാൻ ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും പ്രവേശിക്കുന്നു. കർമ്മങ്ങളും എല്ലാ ക്രോധമോഹലോപങ്ങളും എല്ലാം ചെയ്യുന്നത് എന്താണ്? പ്രകൃതിയാണ്, നമ്മുടെ ശരീരമാണ്. ആത്മാവ് ശുദ്ധമാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, ഭഗവാന്റെ വിഭിന്നാംശം. ഈ മനസ്സുദ്ധിയും ഇന്ദ്രിയങ്ങളുമാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. യഥാഭൂത പ്രദഗ്ഭാവം ഏകസ്തമനു പശ്യതി തദാ ഏവ ച വിസ്താരം ബ്രഹ്മസംപ്യത്യധേ തദാ. ഇപ്രകാരം സർവഭൂതങ്ങളും വേറെ വേറെ ആണെങ്കിലും അതിലെല്ലാം ഉണ്മയായിട്ട് പ്രവർത്തിക്കുന്നത്, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്, അതിനെല്ലാം വേണ്ട സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? അക്ഷയതലജ്ഞനായ പരമദിവ്യോത്തമ പുരുഷൻ തന്നെ. ഇങ്ങനെ ഭൂതങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, ഉണ്മയായിട്ട് നിൽക്കുന്നത്, ഈ പ്രപഞ്ചത്തില് ജഗത്തില് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആശയതജ്ഞനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അവ്യയഃ ശരീരസ്ഥോപി കൗന്ധേയ ന കരോതി ന ലുഭ്യതേ. പക്ഷെ ഇദ്ദേഹം അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ ഒന്നും സ്പർശിക്കുന്നില്ല. ഇദ്ദേഹം ചേമ്പില പോലെ അല്ലെങ്കിൽ താമര ഇതളിൽ പോലെയാണ്. വെള്ളമൊക്കെ കിളുകൾ എന്ന് പറഞ്ഞിട്ട് ഒഴുകി പോകും, ഒട്ടിപ്പിടിക്കുന്നില്ല, ഒട്ടലില്ല അദ്ദേഹത്തിന്. കാരണം എന്താണ്? അദ്ദേഹം പരിപൂർണനാണ്, യാതൊരു ആസക്തിയുമില്ല, യാതൊരു ആഗ്രഹങ്ങളുമില്ല. എപ്പോഴാണ് നമ്മൾ ഒട്ടി നിൽക്കുന്നത്? ആഗ്രഹമുള്ളപ്പോൾ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, പരിപൂർണത്വം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഭഗവാൻ പരിപൂർണനാണ്, അദ്ദേഹത്തിന് ഒന്നിന്റെയും ആവശ്യമില്ല. അദ്ദേഹം വിഭുവാണ്, പരബ്രഹ്മമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലും ഭൂതങ്ങളിലും ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഒട്ടലില്ലാതെ സർവസ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം അദ്ദേഹം അതീന്ദ്രിയനാണ്. ഒട്ടലില്ല അദ്ദേഹത്തിന്. നിഴല് പോലെ, നിഴല് വല്ലത്തിലും ഒട്ടി നിൽക്കുന്നുണ്ടോ? ഇല്ല, നിഴൽ ഇങ്ങനെ സഞ്ചരിക്കും. അതുപോലെ അദ്ദേഹം ഒന്നിലും ഒട്ടി നിൽക്കുന്നില്ല, അദ്ദേഹം സ്വതന്ത്രനാണ്. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോഭലിഭ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തദാത്മാലോഭലിഭ്യതേ. എന്നിട്ടൊരു ഉദാഹരണം പറയാം. 9-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ ഉദാഹരണം തന്നെ. കൊച്ചുകുട്ടികളെ പോലെ, ഇപ്പൊ LKG UKG A ഫോർ ആപ്പിൾ, B ഫോർ ബാറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഭഗവാൻ പറയാ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം കണ്ടിട്ടില്ലേ അർജുന? ആകാശത്തെ പോലെ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ആകാശം വല്ലതിനോടും ഒട്ടി നിൽക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ആ മാലിന്യമേൽക്കാത്തത്? അല്ലെ, കാറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് ദുർഗന്ധത്തിൽ കൂടെ, ചെളിക്കൂനയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നാറ്റം വരും. കാരണം ആ കാറ്റ് സഞ്ചരിക്കുന്നത് ചെളിക്കൂനയിൽ നിന്നാണ്. എന്നാലോ ആ റോസാ പുഷ്പങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതില് കാറ്റ് ഓടുമ്പോൾ അതിന് സുഗന്ധം വരുന്നു, ഒട്ടലില്ല. അതുപോലെ ആകാശത്തെ പോലെയാവൂ, കാറ്റിനെ പോലെയാകൂ. ഈ ആത്മാവിനോ പരമാത്മാവിനോ നീ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഉണ്ടാകുന്നത്? മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും മിഥ്യാഹങ്കാരത്തിനുമെല്ലാം. ആത്മാവ് ശുദ്ധ സച്ചിദാനന്ദ സ്വരൂപമാണ്, ഒന്നും തന്നെ ബാധിക്കുന്നില്ല. പക്ഷെ അവന്റെ കൂട്ടുകാരുണ്ടല്ലോ, വളരെ മോശക്കാരാ. വീട്ടുകാർ പറയാറില്ലേ, എന്റെ മോൻ വളരെ നല്ലതാ, ഒന്നുമില്ല, നല്ല സത്സ്വഭാവി, പക്ഷെ അവന്റെ കൂട്ടുകെട്ട് മോശ. അതുപോലെ ആത്മാവിന് കുറച്ച് കൂട്ടുകെട്ടുണ്ട്. ആരൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇവര് 3 പേരും മോശക്കാരാ. ഇവര് കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് കുറെ ഭാണ്ഡക്കെട്ടൊക്കെ ഉണ്ടാക്കി മരിക്കുന്ന സമയത്ത് ആത്മാവിന്റെ കൂടെ ഞങ്ങൾ വരുന്നു ചേട്ടാ എന്ന് പറഞ്ഞിട്ട്, ബ്രോ ഞങ്ങളെയും കൂടി കൊണ്ടുപോ, നീ എന്തൊറ്റയ്ക്ക് പോണെന്ന് ചോദിച്ചിട്ട് ആത്മാവിന്റെ കൂടെ ഈ 3 സന്തതികളും പോകുന്നു. ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇവരാണ് അടുത്ത ജന്മത്തിലും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചെല്ലുന്നു, പെട്ടി അഴിക്കുന്നു, കെട്ടഴിക്കുന്നു,
ഭാണ്ഡക്കെട്ട് അഴിക്കുന്നു, അതിലത്തെ കാമക്രോധ വികാരങ്ങൾ, കഴിഞ്ഞ ജന്മത്തിലെ ആഗ്രഹങ്ങൾ, അതിന് മുന്നിലത്തെ ജന്മങ്ങളുടെ ആഗ്രഹങ്ങൾ, A+B+C+D+E+, എങ്ങനെ പോവും. അതാണ്. പക്ഷെ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ്, ഒന്നും ബാധിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയാലും. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാന ചക്ഷുഷാ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഇപ്രകാരം പ്രകൃതം ഉപസംഹരിക്കുകയാണ്. അർജുനൻ ചോദിച്ചതിനല്ല നല്ല വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. അർജുന, ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായില്ലേ ഉണ്ണിക്കുട്ട? ഇപ്രകാരം ആരാണ് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചും അല്ലെ അപ്രകൃതിയെ കുറിച്ചും പുരുഷനെ കുറിച്ചും എല്ലാം നല്ല പോലെ മനസ്സിലാക്കുന്നത്? എങ്ങനെ? ജ്ഞാനചക്ഷുഷു കൊണ്ട്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇത് പ്രത്യേകതരം വല്ല ഉപകരണമാണോ? അല്ല. ആ എന്താ പറയാ, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അകക്കണ്ണ്, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് സ്വർണത്തില് സ്വർണ്ണാഭരണങ്ങൾ കാണുന്നത്, മണ്ണില് മൺപാത്രങ്ങൾ കാണുന്നത്, വൈദ്യുത ഉപകരണങ്ങളിൽ വിദ്യുച്ഛക്തി കാണുന്നത്? അല്ല, ഒരു ചെറിയൊരു കഴിവ് വേണം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതുപോലെ അല്ലെങ്കിൽ പകല് ആകാശത്തില് പകൽ സമയത്ത് ചിലപ്പോ ചില ആളുകൾ ചന്ദ്രനെ കാണാം, സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അവിടെ. പക്ഷെ ചിലപ്പോ സൂര്യന്റെ പ്രകാശം കാരണം കാണാൻ പറ്റില്ല, നക്ഷത്രങ്ങളെ തീരെ കാണാൻ പറ്റില്ല, ചന്ദ്രനെ ചിലപ്പോ കാണാൻ സാധിക്കും. ഇതുപോലെ ആരാണ് ജ്ഞാനചക്ഷുഷു കൊണ്ട്, അകക്കണ്ണുകൊണ്ട് ഈ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും പ്രകൃതിയെയും പുരുഷനെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും കാണുന്നത്, അവര് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്? അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ? പലരും ധരിച്ചിരിക്കുന്നത് വേദാന്തികളും അവ്യക്തിഗതവാദികളും നിരാകാര ബ്രഹ്മവാദികളും അതീന്ദ്രിയവാദികളെല്ലാം പറയുന്നത് രണ്ടൊന്ന് തന്നെയാണ്. നിങ്ങളുടെ അജ്ഞാനം മാറുമ്പോൾ നിങ്ങൾ പരബ്രഹ്മമായി മാറും, പരമാത്മാവായി മാറും. എപ്പോഴാണ് പരമാത്മാവിന് അജ്ഞത വരുന്നത്, കാമക്രോധമോഹങ്ങൾ വരുന്നത്, അപ്പൊ നിങ്ങൾ ബദ്ധാത്മാവായിട്ടുള്ള ജീവാത്മാവുകളാകും. അല്ല, ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു രണ്ടും വേറെ വേറെയാണ്. ക്ഷേത്രജ്ഞന്മാര് വേറെ, അതിൽ തന്നെയുള്ള ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ. ഇവര് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്, ക്ഷരപുരുഷന്മാരും അക്ഷരപുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്, അവരുടെ ഉപരിയായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത്, അവൻ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അധ്യായം ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം തത്സത് ഇതി ശ്രീ മഹാഭാരതേ ശതസാഹിത്യാം സംഹിതായാം വൈയാംസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രജ്ഞ വിഭാഗയോഗോ നാമ ത്രയോദശോധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശി ആശംസകൾ നേരുന്നു. 2 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ പ്രഭു, ഈ പരബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? പരബ്രഹ്മം എന്ന് പറഞ്ഞ പരമാത്മാവ്, സൂപ്പർ സോൾ, വിഭു പരമാത്മാവ്, പരബ്രഹ്മം. നമ്മൾ ബ്രഹ്മം, അദ്ദേഹം പരബ്രഹ്മം. നമ്മൾ ആത്മാവ്, അദ്ദേഹം പരമാത്മാവ്. ഈ ഭഗവത്ഗീത ശ്രീകൃഷ്ണ അർജുന സംവാദമാണല്ലേ? അതെ മാതാജി, ശ്രീകൃഷ്ണ അർജുന സംവാദം വെറും വാദമല്ല, തർക്കിക്കാനുള്ള വാദമല്ല, അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള വാദമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള വാദമല്ല. എന്തെങ്കിലും നല്ല കാര്യത്തിന് സംസാരിക്കുന്ന വാദങ്ങൾ. മഹർഷിമാരും മുനിമാരും സന്യാസിമാരുമെല്ലാം ബ്രഹ്മസമടങ്ങളിലും ദേവസമടങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. നല്ല കാര്യം ഉരുത്തിരിഞ്ഞു വരാൻ രാമൻ ആരാണ്, ഭക്തൻ ആരാണെന്നൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങളുടെ ഇവിടെ ബ്രഹ്മസമടത്തിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. മാസങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കും. അതുപോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ജീവാത്മാവും പരമാത്മാവും, അല്ലെങ്കിൽ ഭഗവാനും ഭക്തനും, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണം, സംവാദം. ഹരേ കൃഷ്ണ. അങ്ങനെ തൃശ്ശൂർ പൂരം വീണ്ടും എന്താ പറയാ, ഒരു വലിയൊരു സംഭവമായിരുന്നു. ഹരേ കൃഷ്ണ. വേറെ സംശയമുണ്ടോ? നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട്